السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയ സഹോദരങ്ങളെ, മുസ്തഫ ഒരു വെല്ലുവിളിയുടെ രൂപത്തിൽ ചോദിക്കുന്നുണ്ട്. വഫദൈനാഹു ബിദിബ്ഹിൻ അലീം. വഫദൈനാഹു ബിദിബ്ഹിൻ അലീം എന്നതിന് എവിടെയാണ് ഇസ്മായിലിന് പകരം ആടിന് പകരം നൽകി എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇതിനങ്ങനെ അർത്ഥമുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആ സംഭവം സൂറത്ത് സാഫാത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് എങ്ങനെയാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തനിക്കൊരു കുട്ടിയെ കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള മറുപടി, റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, നാഥ നീ എനിക്ക് ഒരു സാലിഹായിട്ടുള്ള കുട്ടിയെ തരണം. പിന്നെ അള്ളാഹിൻ്റെ മറുപടി ബശ്ശർനാഹു ബി ഗുലാമിൻ ഹലീം, വിവേകശാലിയായ എന്ന് പറയാം. ഹലീം എന്ന് പറഞ്ഞാൽ വിവേകമുള്ള അല്ലെങ്കിൽ സഹനശീലനായ, രണ്ടർത്ഥം പറയാം. അപ്പോൾ വിവേകശാലിയായ ഒരു കുട്ടി അല്ലെങ്കിൽ സഹനശീലനായിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത നൽകി. എന്നിട്ട് കുട്ടി ഉണ്ടായി. ആ കുട്ടി ഫലമ്മാ ബലഗ മഅഹു സഅയ, അദ്ദേഹത്തിൻ്റെ കൂടെ സഅയ് ചെയ്യാൻ, സഅയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും ഓടിച്ചാടി നടക്കുക എന്ന് അർത്ഥം പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ പ്രവൃത്തിയിൽ ഏർപ്പെടാനുള്ള പ്രായമായപ്പോൾ ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല, അദ്ദേഹം പിതാവ് മകനെ വിളിക്കുകയാണ്, യാ ബുനയ്യ, മോനെ, ഇന്നി അറാ ഫിൽ മനാം, ഞാൻ മനാമിൽ ഉറക്കത്തിൽ കണ്ടു. ഇന്നി അറാ ഫിൽ മനാം, ഞാൻ ഉറക്കത്തിൽ കാണുന്നുണ്ട്. ഇവിടെ ഖുർആന് സ്വപ്നം കാണുക എന്നുള്ളതിന് റഅയ്തു, സാധാരണഗതിയിൽ കണ്ണുകൊണ്ട് കാണുന്നതിനും റഅയ്തു അറ എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു സംഗതി ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നതിന് റഅ എന്ന് പറയാം. അങ്ങനെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതതിൻ്റെ ആദ്യത്തിൽ ചോദ്യചിഹ്നം കൊടുത്തിട്ട് അറഅയ്ത എന്നാവുമ്പോൾ നിനക്ക് എന്ത് പറയാനുണ്ട് അല്ലെങ്കിൽ നീ എന്ത് മനസ്സിലാക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരാം. ഈ റഅ എന്ന പദം അതിൻ്റെ ഭൂതകാല ക്രിയയായിട്ടുള്ള റഅയ്തു എന്നതോ അല്ലെങ്കിൽ അതിൻ്റെ വർത്തമാന ഭാവി കാലക്രിയക്ക് രണ്ടിനും ഉപയോഗിക്കുന്ന ക്രിയയായിട്ട് അറ എന്ന് പറയുന്ന പ്രയോഗമോ ഇത് ഖുർആൻ സ്വപ്നം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? സ്വപ്നം എന്ന് പറഞ്ഞാൽ മുസ്തഫ പറയണം ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തിന് പറയുന്ന സ്വപ്നമല്ല. സാധാരണ മനുഷ്യൻ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ സൂറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, റഅയ്തു യാ അബത്തി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമർ, പിതാവെ ഞാൻ സൂര്യചന്ദ്രന്മാരെയും 11 നക്ഷത്രങ്ങളെയും സ്വപ്നത്തിൽ കണ്ടു. എന്താ സ്വപ്നം? റഅയ്തുഹും ലി സാജിദീൻ, അവർ എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ട്. ഇവിടെ റഅയ്തു എന്നത് നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് ഏത് സാമാന്യ ബുദ്ധിക്കും മനസ്സിലാവും. കാരണം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നും നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ മുമ്പിലും വന്നിട്ട് സുജൂദ് ചെയ്യണില്ല. അപ്പോൾ ഇത് സ്വപ്നമാണ്. അതുകൊണ്ട് പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം മകനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, യാ ബുനയ്യ ലാ തഖ്സുസ് റുഇയാക അലാ ഇഖ്വതിക, മോനെ നിൻ്റെ ഈ സ്വപ്നം നിൻ്റെ സഹോദരന്മാരോട് പറയരുതെന്നാണ്. കാരണം അവർ നിനക്ക് അള്ളുവെക്കും.
ഇനി ഇതേ വാക്കിൻ്റെ അറ എന്നുള്ള പ്രയോഗം അതിൻ്റെ ഭാവികാല ക്രിയയായിട്ടുള്ള അറ, ഞാൻ കാണുന്നു. ഈ ഞാൻ കാണുന്നു, സ്വപ്നം കാണുന്നു ഉള്ള അർത്ഥത്തിൽ അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൂറത്ത് യൂസുഫിൽ ഒന്ന് യൂസുഫിൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന 2 ജയിൽ പുള്ളികൾ പറയുന്ന സ്വപ്നത്തെപ്പറ്റി പറയുന്നത് ഖാല അഹദുഹുമാ വദഖല മഅഹു സിജ്ന ഫതയാനി, അദ്ദേഹത്തിൻ്റെ കൂടെ 2 യുവാക്കൾ ജയിലിൽ വന്നു. ഖാല അഹദുഹുമാ, ഒരാൾ പറഞ്ഞു ഇന്നി അറാനി ആസിറു ഹംറൻ, ഞാൻ കള്ള് പിഴിഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നു. അവിടെ അറാനി പറഞ്ഞാൽ ജയിലിലുള്ള ഒരാൾ കള്ള് പിഴിഞ്ഞെടുക്കുന്നത് കണ്ണുകൊണ്ട് കാണില്ല, അവിടെ സ്വപ്നാണ്. മറ്റേ ആൾ പറയുന്നത് ഇന്നി അറാനി അഹ്മിലു ഫൗക റഅസി ഖുബ്സ, ഞാൻ എൻ്റെ തലയിൽ ഖുബ്സ് റൊട്ടി, അതായത് റൊട്ടിയുടെ കൊട്ട പാത്രം അത് വഹിക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ അവിടെയും സാധാരണ പുറത്ത് ജയിലിൻ്റെ പുറത്ത് ഇയാളിങ്ങനെ ഈ കൊട്ടയായിട്ട് അല്ലെങ്കിൽ പാത്രമായിട്ട് പോകണത് കാണും പോലെയല്ല അവിടെ കാണുക. കാരണം അവിടെ ജയിലിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ സ്വപ്നാണ്. എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം അതിന് പറയണത് എന്താണ്? ഖാലല്ലാഹുറു ഇന്നി അഹ്മിലു ഫൗക റഅസി ഖുബ്സൻ തഅക്കുലു തയ്റു മിൻഹു, അതിൽ നിന്ന് പക്ഷികൾ കൊത്തി തിന്നുന്നു. നബ്ബിഇനാ ബി തഅ്വീലിഹി, ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരണമെന്നാ. വ്യാഖ്യാനം എന്തിനാ പറയുക? സാധാരണ കണ്ടുകൊണ്ട് കാണുന്നതിന് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, സ്വപ്നത്തിനാണ് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. ഇനി ഇതേ സൂറത്തിൽ തന്നെ ഈജിപ്തിലെ രാജാവ് കാണുന്നൊരു സ്വപ്നമുണ്ട്. ഖാലൽ മലിക് ഇന്നി അറാ സബ്അ ബഖറാത്തിൻ സിമാനിൻ യഅ്കുലുഹുന്ന സബ്ഉൻ നിജാബ്, 9 തടിച്ച പശുക്കൾ, 7 മെലിഞ്ഞ പശുക്കൾ അവയെ തിന്നുന്നു. വസബ്അ സുംബുലാത്തിൻ ഖുളിരിൻ വഉഖറ യാബിസാത്ത്, അതുപോലെ 7 നല്ല പുഷ്കലമായിട്ടുള്ള കുലകളും 7 ചപ്പിച്ച കുലകളും. എന്നിട്ട് അദ്ദേഹം തൻ്റെ സ്വപ്ന വ്യാഖ്യാതാക്കൾ വിളിച്ചു വരുത്തിയിട്ട് യാ അയ്യുഹൽ മലൗ അഫ്തൂനി ഫീ റുഇയായ ഇൻ കുന്തും ലിർറുഇയാ തഅബുറൂൻ, എൻ്റെ ഈ സ്വപ്നത്തിന് നിങ്ങൾ വിശദീകരണം തരണം, വ്യാഖ്യാനം നൽകണം, നിങ്ങൾ സ്വപ്ന വ്യാഖ്യാനം ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ അവരിത് കേട്ടിട്ട് പറഞ്ഞു അൽഗാസു അഹ്ലാം, ഇതൊരു ദിവാസ്വപ്നമാണ്, വ്യാജമായ സ്വപ്നമാണ്. ഒമാ നഹ്നു ബി തഅ്വീലിൽ അഹ്ലാമി ബി ആലിമീൻ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ദിവാസ്വപ്നങ്ങൾക്കൊന്നുള്ള വിശദീകരണം നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ലാന്ന് തോന്നുന്നു. അപ്പോഴാണ് നേരത്തെ യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ വെച്ച് രക്ഷപ്പെടും എന്ന് പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞിരുന്നു രാജാവിൻ്റെ അടുത്ത് ചെന്നാൽ എൻ്റെ കാര്യം ഒന്ന് പറയണമെന്ന്. പക്ഷേ അയാൾക്ക് പറയാൻ കഴിഞ്ഞാൽ അയാൾ മറന്നുപോയി. ഈ പ്രശ്നം വന്നപ്പോഴാണ് അദ്ദേഹത്തെ പണ്ട് ജയിലിൽ വെച്ച് ഞങ്ങൾക്ക് സ്വപ്നം വ്യാഖ്യാനിച്ച് തന്ന യൂസുഫ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ അതിന് പരിഹാരം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുകയും അത് അദ്ദേഹം രാജാവിൻ്റെ സന്നിധിയിൽ ബോധിപ്പിക്കുകയും ചെയ്തു. രാജാവ് അയാളെ പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം ജയിലിൽ ചെന്ന് യൂസുഫിനോട് ഈ സംഗതി ചോദിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം 7 കൊല്ലം നന്നായിട്ട് കൃഷി ചെയ്യാൻ പറഞ്ഞു. 7 കൊല്ലം ക്ഷേമകാലമായിരിക്കും, അന്ന് നന്നായി കൃഷി ചെയ്യണം. അടുത്ത 7 കൊല്ലം ക്ഷാമകാലമായിരിക്കും. ഈ ക്ഷേമകാലത്തുണ്ടാക്കി വെച്ച വിഭവങ്ങൾ ഈ ക്ഷാമത്തിന് ഉപകാരപ്പെടും. പിന്നെ അത് കഴിഞ്ഞാൽ 14 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതിയിലേക്ക് വരും എന്നാണ്. അവിടെയും അറ എന്നാണ് രാജാവിൻ്റെ സ്വപ്നത്തിനുള്ള പ്രയോഗം. പക്ഷേ ഇവിടെ ഒന്നും അറാഫിൽ മനാമി എന്ന് പറയാതെ തന്നെയാണ് റഅയ്തു അറ എന്ന് പറഞ്ഞത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് പറയുന്ന ആ ഒരു സ്ഥലത്ത് മാത്രമാണ് ഖുർആൻ അറാഫിൽ മനാമി, ഉറക്കത്തിൽ കാണുന്നു എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളൂ. അതൊരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാമുൽ ഗുയൂബാണല്ലോ, വർത്തമാന ഭാവി ഭൂതകാലങ്ങളൊക്കെ അറിയുന്നവനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മുസ്തഫയെ പോലുള്ള ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ വരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവിടെ സ്വപ്നം കാണല്ല, അതായത് ഉറക്കത്തിൽ സ്വപ്നം കാണല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഖുർആൻ്റെ ദുർവ്യാഖ്യാനം നൽകാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടതുകൊണ്ടായിരിക്കണം അല്ല ഇവിടെ മാത്രം ഈ അറാഫിൽ മനാം, ഞാൻ ഉറക്കിൽ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുസ്തഫ പറയുമ്പോൾ ഇതൊരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന ഒരു ആഗ്രഹ പ്രകടനമല്ല,
ഉറക്കിൽ കാണുന്ന യഥാർത്ഥത്തിലുള്ള സ്വപ്നത്തെ പറ്റിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ മകനോട് പറഞ്ഞത്. എന്നിട്ട് മകനോട് പറഞ്ഞത് എന്താ? ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ അറുക്കണം എന്ന് ഞാൻ സ്വപ്നം കാണുന്നു. ദബഹ എന്നുള്ളതിന് അറബിയിൽ അറുക്കുക, കഴുത്തിൽ കത്തി വെച്ച് അറുക്കണതിനാണ് ദബഹ എന്ന് പറയാം. ദബഹ അതുപോലെ നഹറ, ഈ രണ്ട് പ്രയോഗവും കഴുത്തിൽ കത്തി വെച്ച് അറുക്കണതിനാണ് പറയാം. മുസ്തഫ പറയുന്നത് ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. എന്താ ആഗ്രഹം? മകനെ, നിന്നെ ഞാൻ ഇസ്ലാമികമായി വളർത്താൻ ആഗ്രഹിക്കുന്നു, ഞാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അത് നേരത്തെ തന്നെ ഇസ്മായിൽ ചെയ്തു പോയെന്ന് ശീലിച്ചു പോന്നിട്ടുള്ളൊരു സംഗതിയാണ്. അദ്ദേഹം ഇബ്രാഹിം നബിയുടെ മകനാണ്. ആ ഇബ്രാഹിം നബിയുടെ മകൻ വളർന്നിട്ടുള്ളത് ഇബ്രാഹിം നബിയുടെ ശിക്ഷണശീലനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. അദ്ദേഹത്തിന് അതിലൊന്നും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഫന്ദുർ മാതാ തറ, നിൻ്റെ അഭിപ്രായം. അവിടെയും തറ എന്നാണ് പ്രയോഗിച്ചത്. അവിടെ കണ്ണുകൊണ്ട് കാണാമെന്നോ സ്വപ്നം കാണുമെന്നോ അല്ല. ഫന്ദുർ മാതാ തറ, നിൻ്റെ അഭിപ്രായം എന്താണ്? അവിടെ എന്ന് പറഞ്ഞാൽ അഭിപ്രായം. നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് നീ പരിശോധിക്കണം, അല്ലെങ്കിൽ ആലോചിക്കണം. നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എന്താണ്? യാ അബത്തി ഫഅൽ മാ തുഉമർ, പിതാവ് എന്താണോ താങ്കളോട് കൽപ്പിച്ചത് അത് ചെയ്തുകൊള്ളാം. ഇവിടെ താങ്കളോട് കൽപ്പിച്ചത് എന്താണ്? അത് താങ്കൾ ചെയ്തുകൊള്ളാം. ഇഫഅൽ മാ തുഉമർ എന്ന അദ്ദേഹം മുസ്തഫ പറയും പോലെ തൻ്റെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കണം എന്നാണ് ഇബ്രാഹിം നബി ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത് എന്താണ്? യാ അബത്തി അഫ്അലു മാ തുഉമറു, പിതാവെ അങ്ങയോട് കൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യാം, ഞാൻ എൻ്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കാമെന്നാണ് അദ്ദേഹം പറയേണ്ടിയിരുന്നത്. അതിന് പകരം മകൻ ബാപ്പനോട് പറഞ്ഞത് യാ അബത്തി ഫഅൽ മാ തുഉമർ, എന്താണോ താങ്കളോട് കൽപ്പിച്ചത് അത് താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. എന്നെ ബലി നൽകാനാണ്, അർക്കാനാണ് അള്ളാഹിൻ്റെ കൽപ്പനയെങ്കിൽ ഞാനതിന് തയ്യാറാണ്. കാരണം ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ്. ആ അടിമ എന്നുള്ളവർക്ക് എൻ്റെ ബാധ്യത എൻ്റെ ഉടമയെ അനുസരിക്കാനുള്ളതാണ്. അതെന്നെ കൊല്ലാനാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, എനിക്കൊരു വിരോധമില്ല. അതിലൂടെയും എനിക്ക് അള്ളാഹുവിൻ്റെ പ്രീതി നേടാം. അതുകൊണ്ട് താങ്കൾ ചെയ്തു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, താങ്കൾക്ക് എന്നെ ക്ഷമാശീലന്മാരുടെ കൂട്ടത്തിൽ കാണാൻ കഴിയുന്ന. എന്തിനാണ് ഇവിടെ ക്ഷമ? ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കണതിനെ പറ്റി ഇപ്പം പറയേണ്ടതില്ല. എന്നെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ അറവ് എന്നുള്ളത് എന്തായിരുന്നാലും മനുഷ്യനെ പേടിപ്പെടുത്തുന്ന സംഗതിയാണ്. അവിടെ ഞാൻ ക്ഷമിക്കും, ഞാൻ ഒരു അസ്വാസ്ഥ്യവും കാണിക്കൂല. അതുകൊണ്ട് താങ്കൾക്ക് ധൈര്യമായിട്ട് ചെയ്യാമെന്നാണ് അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ബാപ്പയോട് മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയുന്നത്. ഇതിനെയാണ് മുസ്തഫ അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. അങ്ങനെ ഒരു അർത്ഥമേ ആ വാക്കിനില്ല. അറബി ഭാഷയിൽ എന്നുള്ള പദം ജീവിത സമർപ്പണം എന്ന അർത്ഥത്തിന് പറയില്ല. ദബഹ എന്നുള്ളതോ നഹറ എന്നുള്ളതും ഈ അർത്ഥത്തിനും ഖുർആനോ ഹദീസോ എവിടെയും പ്രയോഗിച്ചില്ല. അത് കത്തി കഴുത്തിൽ വെച്ച് ബലി നൽകുക, അറുക്കണേനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്തഫ വാക്കുകളെ വളച്ചൊടിക്കുക മാത്രമല്ല, വളച്ചൊടിക്കലാണെങ്കിൽ വേറെ രീതിയിലാണ് പറയുന്നത്. ഇത് വാക്കിന് തന്നെ അർത്ഥം മാറ്റി പറയുകയാണ് അദ്ദേഹം ചെയ്യണത്. അപ്പോൾ ജൂത പുരോഹിതന്മാരും ക്രിസ്തീയ പുരോഹിതന്മാരും ചെയ്തതിനേക്കാൾ വലിയ കൊടും പാപമാണ് ഇവിടെ യഥാർത്ഥത്തിൽ മുസ്തഫ ഖുർആൻ്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നിട്ടാണ് മുസ്തഫ മുസ്ലിം പണ്ഡിതന്മാരെ മുഴുവൻ പുരോഹിതന്മാർ എന്നിങ്ങനെ അലറി വിളിച്ചുകൊണ്ട് നടക്കുന്നത്. താനാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യത്തിൻ്റെ ചട്ടകൾ അണിഞ്ഞിട്ടുള്ളതെന്നും താനാണ് പൗരോഹിത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതെന്നും മുസ്തഫ നന്നായിട്ടറിയാം. അത് മറച്ചു വെച്ചുകൊണ്ടാണ് മുസ്തഫ മുസ്ലിം പണ്ഡിതന്മാരെ പുരോഹിതന്മാർ. അപ്പോഴേ അദ്ദേഹത്തിന് കച്ചവടം നടക്കുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ മുസ്തഫയ്ക്ക് യഥാർത്ഥത്തിൽ ഇതിന് താൻ പറഞ്ഞ വാദത്തിന് തെളിവ് ധരിക്കാൻ ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ അദ്ദേഹം അംഗീകരിക്കൂല. അത് മുആവിയൻ്റെ ഇതാണല്ലോ. അറബി ഭാഷയുടെ പോലും പിൻബലമില്ലാതെയാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.